കല്യാണത്തിന് ഞങ്ങളെയൊന്നും വിളിച്ചില്ലല്ലേ? പറ്റില്ല. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. സാർ എന്നെ ഒരുപാട് തവണ അന്വേഷിച്ചെന്ന് അപ്പുക്കുട്ടൻ നായർ പറഞ്ഞു. നാട്ടിൽ പല പല പ്രശ്നങ്ങളായിരുന്നു സാർ. വരാൻ വൈകിയതിൽ ക്ഷമിക്കണം. ക്ഷമിക്കില്ലേ സാർ? ഇല്ല. താനെന്ത് മനുഷ്യനാടോ? എന്റെ കമ്പനി മാനയുടെ കല്യാണം കഴിച്ചിട്ട് ദിവസം എത്രയായി? മാരേജ് കപ്പിളിന് എത്രയും പെട്ടെന്ന് റിസപ്ഷൻ കൊടുക്കാന്നുള്ളത് കമ്പനി ബൈലോയിൽ പറഞ്ഞിട്ടുള്ളതാ. അറിയാവോ തനിക്ക്? എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു സാർ. എന്നാ ഇപ്പൊ പറഞ്ഞല്ലോ. ഇന്ന് തന്നെ റിസപ്ഷൻ അറേഞ്ച് ചെയ്യാൻ പോവാ. ഇന്നോ? ഇന്നും ബുദ്ധിമുട്ടാണ്. എന്ത് ബുദ്ധിമുട്ട്? ശരി, എങ്കിൽ നാളെ ആക്കാം. നാളെയും ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാ ഞാൻ ഭാര്യയെ കൂടെ കൊണ്ടുവന്നില്ല സാർ. വാട്ട് ഡു യു മീൻ? എന്റെ ഭാര്യ ഭാര്യ രോഗശയ്യയിലാണ് സാർ. എന്താ എന്താ? ആകാംക്ഷ കൊണ്ട് ഞരമ്പുകൾ തളരുന്ന ഒരുതരം രോഗം, ആൻസൈറ്റിക്കോ ന്യൂറോട്ടോമ. അങ്ങനെ ഒരു രോഗമുണ്ടോ? ഡോക്ടർ അങ്ങനെയാ പറഞ്ഞത്. എന്നിട്ട് കിടപ്പില്ല, മരുന്ന് കഴിക്കുന്നു. കഷ്ടമായി പോയല്ലോ. എങ്കിൽ നമുക്ക് തന്റെ വീട് വരെ ഒന്ന് പോകാം. തന്റെ ഭാര്യയുടെ രോഗം അന്വേഷിക്കേണ്ടത് എന്റെ കൂടെ കടമയാണല്ലോ. അത് നടക്കില്ല സാർ. എന്ത് നടക്കില്ലെന്ന്? സന്ദർശകരെ അനുവദിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഞാൻ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. അല്ല, ഞാൻ രോഗിയുടെ അടുത്തേക്കൊന്നും പോകുന്നില്ല. ജനലിൽ കൂടിയെങ്കിലും ഒരു നോക്ക് കണ്ടു പോരാമല്ലോ. പക്ഷെ അവൾ കിടക്കുന്ന മുറിക്ക് ജനലേ ഇല്ല സാർ. ഓ, ടെറസ് വീടാണോ തന്റെ? അല്ല സാർ, ഓടിട്ടതാ. എങ്കിൽ മോന്തായത്തെ കയറി ഓട് നീക്കി ഞാൻ രോഗിയെ കണ്ടോളാം. എന്താ? താനിപ്പോ പോ, നമുക്ക് പിന്നെ കാണാം. താങ്ക് യു സാർ. പിന്നെ ഞാൻ ഈ ഓഫീസിൽ വീണ്ടും പ്യൂണായിട്ട് വന്നാൽ മറ്റുള്ളവർ പരിഹസിക്കും. അതുകൊണ്ട് ഞാൻ മാനേജറായിട്ട് തന്നെ മുൻപോട്ട് പോയിക്കോട്ടെ സാർ. താൻ എങ്ങനെ വേണമെങ്കിലും പോയിക്കോളൂ, എനിക്ക് പ്രശ്നമല്ല. ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇതിന് എന്ത് മൈലേജ് കിട്ടുന്നുണ്ട് സാർ? അക്കാര്യം സംസാരിക്കാനല്ല തന്നെയാണ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. അല്ല, വന്ന സ്ഥിതിക്ക് ചോദിച്ചേ ഉള്ളൂ. ഈ പൊട്ടങ്കളി എന്റെ അടുത്ത് വേണ്ട. എന്നത്തേക്ക് റിസപ്ഷൻ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഇത് ചോദിക്കാനാണോ ഇത്രയും പെട്രോൾ കത്തിച്ച് ഇവിടം വരെ വണ്ടി ഓടിച്ചു വന്നത്? എന്റെ വണ്ടി, എന്റെ പെട്രോള്, എത്ര ദൂരം ഓടിക്കണം എന്നുള്ളത് എന്റെ ഇഷ്ടം. അല്ല, ഈ പെട്രോൾ എഞ്ചിൻ മാറ്റി ഡീസൽ ആക്കണം സാർ. എന്തുമാത്രം പണം ലാഭിക്കാം. എടുത്തോ. അവന്റെ ഭാര്യക്ക് എന്താ അസുഖം? എന്തെങ്കിലും കാണും. നുണയാണ്. ചിലപ്പോ ആയിരിക്കും. രോഗിയെ ഞാൻ ചെന്ന് നോക്കാമെന്ന് പറഞ്ഞപ്പോ അവൻ വഴുതി കളഞ്ഞു. അല്ലെങ്കിൽ അവനോട് എന്താ സംസാരിക്കാൻ? താൻ പറ. താനാണല്ലോ എനിക്ക് വാക്ക് തന്നത്. സാർ, ഈ റിസപ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന് നമുക്ക് നല്ലൊരു ദിവസം നോക്കണ്ടേ? എടോ, കല്യാണത്തിനല്ല റിസപ്ഷൻ ആണെങ്കിൽ നല്ല സമയം നോക്കൂ. സാറിന് അറിയാഞ്ഞിട്ടാ കല്യാണത്തിനല്ല ഇപ്പൊ റിസപ്ഷൻ ആളുകൾ നല്ല ദിവസം നോക്കുന്നത്. ഈ വർഷം കൊള്ളാവുന്ന ഒരൊറ്റ നല്ല ദിവസം ഇല്ല സാർ. നമുക്ക് അടുത്ത വർഷം നോക്കാം. അപ്പൊ കുട്ടാ, എന്തോ? എന്റെ ഫാദർ മരിക്കുമ്പോ കണ്ടോത്തുപടി റോഡിൽ ഒരു 2 നില കെട്ടിടം ആകെ എനിക്ക് കിട്ടിയത് അതാ. വേറൊന്നും കിട്ടിയില്ല? ബാക്കിയെല്ലാം ഞാൻ തന്നെത്താൻ ഉണ്ടാക്കിയതാ. എന്നെ അല്ലെങ്കിൽ സാറ് ബഹുമെടുക്കനാ. എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. റിസപ്ഷൻ നടത്തിയില്ല ഞാൻ പിരിച്ചുവിടും. അതൊക്കെ സാറിന്റെ ഇഷ്ടം. ഏതായാലും കല്യാണം കഴിഞ്ഞല്ലോ, സാർ അവനെ പിരിച്ചുവിട്ടോളൂ. എനിക്ക് കുഴപ്പമില്ല. അവനെ അല്ല, തന്നെ. നാളെ വന്ന് ഡിസ്മിസ് ഓർഡറും കോമ്പൻസേഷൻ വാങ്ങിച്ചോളൂ. അതിന്റെ സീരിയസ്നെസ് അന്നിക്കുട്ടി മനസ്സിലാക്കണം. നീ ഇവിടെ ഇരുന്ന് ഉല്ലസിക്കുകയാണല്ലേ? അപ്പൊ കുട്ടാ, ഇത് ഗാമ ഗാർമെന്റ്സിന്റെ മാനേജർ സണ്ണിക്കുട്ടി. ഞങ്ങൾ കുറച്ച് മാനേജേഴ്സ് ചേർന്ന് ഒരു അസോസിയേഷൻ ഉണ്ടാക്കുന്ന കാര്യത്തെ പറ്റി സംസാരിക്കായിരുന്നു. ഞങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണമല്ലോ. മാനേജരോ? നീയോ? നാളെ ഓഫീസ് ചെല്ലുമ്പോൾ നിന്റെ കസേര അവിടെ കാണില്ല. എന്റെ ഫ്രണ്ടാ, ഭയങ്കര ഹ്യൂമർ പാർട്ടിയാ. എന്റെ സ്വഭാവം എടുപ്പിക്കരുത്. എത്രയും പെട്ടെന്ന് ഭാര്യയെ വിളിച്ചോണ്ട് വന്ന് റിസപ്ഷൻ നടത്തിയില്ലേലുണ്ടല്ലോ. നമുക്ക് പിന്നെ സംസാരിക്കാം. അല്ല, എനിക്ക് ഇപ്പൊ സംസാരിക്കണം. വേണ്ട 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 വേണ്ട. ഇനി ഒരു രഹസ്യമില്ല. ഞാൻ എന്റെ അടിത്തറ ഇളകി നിൽക്കുക. എന്റെ ജോലിയും പോയ മട്ട. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, കൊല്ലും. അത്രേ ഉള്ളൂ. പോയി വിളിച്ചോണ്ട് വാടാ നിന്റെ ഭാര്യയെ.
നിന്റെ അടുത്ത് ഇങ്ങോട്ട് വരാനാ നീ എന്നെ ദേഹം തൊട്ട് കളിക്കരുത്. ഇത് പബ്ലിക് സ്ഥലമാണ്, നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്കിപ്പോ ഒരു തീരുമാനം അറിയണം. സണ്ണിക്കുട്ടി ഏത് സണ്ണിക്കുട്ടി? പോടാ. പോടാ, എടാ, പോടാ നിന്റെ എടാ, എടാ. എടാ, വെറുതെ വെറുതെയല്ല. എടാ. എന്താണോ? എന്റെ ദൈവമാണത്. അംബിക ചിട്ടി പണ്ടിന് ചിട്ടി പിടിച്ചപ്പോ എനിക്ക് വേണ്ടി ജാമ്യം തന്നു സാറാ. അത് നിനക്ക് അറിയൂടാ. വേണ്ട നാരായണ, നീ കുത്തി അവൻ ചത്താ ചിലപ്പോ ഞാനും ജയിലിൽ കിടക്കേണ്ടി വരും. മനസ്സിലായല്ലോ എന്നോട് കളിച്ചാൽ പ്രശ്നമാണെന്ന്. ഓഹോ, കാര്യങ്ങൾ അത്രത്തോളമായല്ലേ? എന്നെ തല്ലാൻ ഗുണ്ടകളെ കൊണ്ട് നടക്കാറായോ? നമ്മളും അവനെ പോലെ ചെറ്റയാവാൻ പാടില്ലല്ലോ. തമാശ കളിച്ചങ്ങ് സീരിയസ് ആയി. എന്താ സാറേ പ്രശ്നം? ഏതാണ് തണ്ടി? എന്റെ ഒരു ഫ്രണ്ട് തണ്ടിയാ. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നവരാ. ആഹാ, എന്നിട്ടാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചു പോകുന്നതാണല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നമാണെങ്കിലും എന്നോട് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇതൊരു വല്ലാത്ത പ്രശ്നമാണ്. പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളാണല്ലോ, അതുകൊണ്ടാണല്ലോ പ്രശ്നം എന്നുള്ള വാക്കന്നെ ഉണ്ടായത്. പക്ഷേ എന്റെ അനുഭവത്തിൽ പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമില്ല. ഞാനുണ്ട്, സാറ് കാര്യം പറ. ഒക്കെ വിശദമായിട്ട് പറയാൻ വാ. റിസപ്ഷന് ഡേറ്റ് ഫിക്സ് ചെയ്തോളാൻ എം ഡിയോട് പറഞ്ഞു. വേലിയിൽ കിടക്കുന്നത് എടുത്തു പോയില്ലേ, അതിനുള്ള പ്രതിവിധി ഞാൻ തന്നെ കണ്ടു. പക്ഷെ 7000-ഓളം രൂപ ചെലവ് വരും. ഈ തുക ജീവൻ പോയാലും ഞാൻ സംഘടിപ്പിച്ചു തരുന്ന പ്രശ്നമില്ല. റിസപ്ഷനോ? അതെങ്ങനെ നടക്കും? നിന്റെ ഭാര്യ എന്ന് തോന്നിക്കുന്ന ഒരു പെണ്ണിനെ ഇന്ന് കണ്ട നാരായണൻ ഏർപ്പാടാക്കി തരും. തന്ത്രം കുതന്ത്രം അതിന്റെ പര്യായമാണ് ഈ അപ്പുകുട്ടൻ. നല്ല കിളി പോലൊരു പെണ്ണ്. നിന്റെ ഭാര്യയല്ലെന്ന് ഒരുത്തനും പറയില്ല. എം ഡി അവൾക്ക് പ്രസന്റ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ എന്ത് വേണേലും ചെയ്യട്ടെ, അത് നമ്മുടെ പ്രശ്നമല്ല. ഐഡിയ കൊള്ളാം, പക്ഷെ പിടിക്കപ്പെട്ടാൽ? നെവർ. റിസപ്ഷൻ കഴിഞ്ഞാൽ നിന്റെ യഥാർത്ഥ ഭാര്യയും വ്യാജ ഭാര്യയും ഒരിക്കലും രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നില്ലല്ലോ. അതൊക്കെ എനിക്ക് വിട്. രൂപ 7000-ന്റെ കാര്യം എങ്ങനെ പരിഹരിക്കും? അതിനുള്ള വഴി ഞാൻ എങ്ങനെയും കണ്ടുപിടിച്ചോളാം. ചമ്മലൊന്നും വേണ്ട. തന്റെ ഭാര്യയുടെ ആഗ്രഹമല്ലേ. നല്ലൊരു നെക്ലസ് ഇല്ലാതെ ഒരു നവവധുവിന് ഒരു റിസപ്ഷനിൽ എങ്ങനെ പങ്കെടുക്കാൻ പറ്റും? ന്യായമായ ആവശ്യമല്ലേ? ക്ഷമിക്കണം സർ, എന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ടാണ്. അതെനിക്കറിയാം. പണമില്ലാത്തവരോട് പണ്ട് മുതലേ എനിക്ക് ഭയങ്കര സഹതാപമാണ്. അവർക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും. പക്ഷേ ഈ പണമില്ലാത്തവര് അനുസരണക്കേട് കാണിക്കരുത്. അപ്പൊ എന്റെ സ്വഭാവം മാറും. ഞാൻ തന്റെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. താൻ മിടുക്കനല്ലേ. പിന്നെ എനിക്ക് ഈ സിറ്റിയില് ബംഗ്ലാവുകളും ഫ്ലാറ്റുകളും ഒക്കെ ഉണ്ട്. താൻ നേരെ നിൽക്കുകയാണല്ലേ, അതിലേതെങ്കിലും ഒന്നിൽ തനിക്കും തന്റെ ഭാര്യയ്ക്കും കൂടെ താമസിക്കാം. എന്താ? അതിനെന്താ സർ, ഞാൻ ആലോചിച്ച് മതി, ധൃതിയില്ല. ഏതായാലും ഇന്നത്തെ റിസപ്ഷൻ നമുക്ക് കലക്കാണ് കേട്ടോ. ആ, ഈ ഓഫീസിലുള്ള മറ്റാരോടും ഈ റിസപ്ഷന്റെ കാര്യം പറയണ്ട കേട്ടോ. അയ്യോ സർ, ഞാൻ എല്ലാരെയും ക്ഷണിച്ചു പോയി. തൊലച്ചല്ലോടോ താന്. സാരമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. ചെല്ല്, നെക്ലേസ് വാങ്ങിക്കൊടുക്ക. ശരി സർ.